ഒരു കോപ്പർ സിൽവർ ഗാൽവാനിക് സെല്ല് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെറ്റൽ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അത് സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡാനിയൽ സെൽ. അത്തരം ഗാൽവാനിക് സെല്ലിനെ ഡാനിയൽ സെൽ എന്ന് വിളിക്കും. എന്നാൽ നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കോപ്പർ സിൽവർ ഡാനിയൽ സെല്ലാണ്, കോപ്പർ സിൽവർ ഗാൽവാനിക് സെല്ലാണ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഈ കോപ്പറും സിൽവറും നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വിച്ച് വൺ ഈസ് മോർ റിയാക്റ്റീവ്. കോപ്പറാണ് മോർ റിയാക്റ്റീവ്. അപ്പോൾ അത് ആനോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. കോപ്പർ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ, കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സിൽവർ അതിൻ്റെ സോൾട്ട് സൊല്യൂഷൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലും ഇമ്മേഴ്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇത് നമ്മൾ മെറ്റാലിക് വയർ വഴി കണക്ട് ചെയ്യുമ്പോൾ കോപ്പർ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സിൽവർ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? റിഡക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോൾട്ട് ബ്രിഡ്ജും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലായി. സംഭവത്തിലുള്ള ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഹാഫ് സെൽ, ഓക്സിഡേഷൻ ഹാഫ് സെൽ ആൻഡ് റിഡക്ഷൻ ഹാഫ് സെൽ. Oxidation half cell consists of copper metal rod immersed in copper nitrate solution, whereas reduction half cell consists of silver metal rod immersed in silver nitrate. Simple ആണ്. സിൽവർ മെറ്റൽ റോഡ് ഏതിൽ മുക്കി വെക്കുക? സിൽവർ നൈട്രേറ്റിൽ മുക്കി വെക്കുക. അവർ രണ്ടുപേരും കൂടി മെറ്റാലിക് വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഡയഗ്രമാണ് എക്സാമിന് ചോദിക്കുക.